The love of a family is life's greatest blessing. Welcome to yet another episode of Smart Parents. കുട്ടികളുടെ വളർച്ചയിൽ കുടുംബ ബന്ധങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിവാഖ് ഇഹ്റാം കൾച്ചറൽ ആൻഡ് ചാരിറ്റി ദുബായിയുടെ ഡയറക്ടർ ഇൻ ട്രെയിനിങ് മിസ്റ്റർ അബ്ദു മാണിപുരമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, വെൽക്കം ടു സ്മാർട്ട് പാരൻസ്. എന്താണ് മർക്കസ് ഇഹ്റാമിൽ ചെയ്യുന്നത്? മർക്കസ് ഇഹ്റാം മനുഷ്യ വിഭവശേഷി വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികളാണ്. ട്രെയിനിങ് സെൻ്ററാണ്. ആ ട്രെയിനിങ് സെൻ്ററിൻ്റെ കീഴിൽ വിമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിങ് ഉണ്ട്. അതിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, 5 ദിവസം താമസിച്ച ലേഡീസിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. നിരന്തരമായി പാരൻസിനുള്ള അവയർനെസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പാരൻറ്റിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പഠന പിന്നോക്കാവസ്ഥ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള റെമഡിയേഷൻ നടക്കുന്നുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പരിശീലന പരിപാടികളാണ് മർക്കസ് ഇഹ്റാം നടക്കുന്നത്. അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് ആണിപ്പം ദുബായ് അൽത്തവാറിൽ റിവാഖ് ഇഹ്റാം എന്ന സെൻറ്റർ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ട്രെയിനിങ് സെൻ്ററാണ്. പാരൻസിന്, ടീച്ചേഴ്സിന് ഒക്കെയുള്ള പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് കോർപ്പറേറ്റുകളിലൊക്കെ. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഫാമിലിയുടെ റോൾ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിയുടെ വളർച്ചയിൽ? കുഞ്ഞ് ജനിക്കുന്ന അന്ന് മുതൽ അവനൊരു വലിയ ആളായി തീരുന്നതിന് വരെ ഫാമിലിയുടെ റോളിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പം എത്രമാത്രം നമ്മൾ ഫാമിലിയിൽ നമ്മൾ നോക്കണം ഒരു കുട്ടിയുടെ വളർച്ചയിൽ? ഒരു വ്യക്തിയുടെ വളർച്ചയിൽ ഫാമിലിയുടെ റോൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ജനിച്ച ഉടനെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം പാരൻസ് ശ്രദ്ധിക്കണം. അതും കഴിഞ്ഞിട്ട് വീണ്ടും സയൻസും സൈക്കോളജിയും വളർന്നപ്പോൾ പറഞ്ഞു ജനിച്ച് കഴിഞ്ഞിട്ട് പോരാ, ഗർഭകാലത്ത് തന്നെ എന്ത് ചെയ്യണം, കാരണം ഗർഭകാലത്ത് അമ്മ അനുഭവിക്കുന്ന എല്ലാ വികാര വിചാരങ്ങളും കുട്ടിയുടെ വളർച്ചയെയും കുട്ടിയുടെ സ്വഭാവത്തെയും സ്വാധീനിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് അതിനെയും അപ്പുറത്തേക്കാണ് മനഃശാസ്ത്രം വളർന്ന് പറയുന്നത്. നല്ല കുട്ടികളും ഉണ്ടാകണമെങ്കിൽ നല്ല അമ്മമാരുണ്ടാവണം, ആരോഗ്യമുള്ള അമ്മമാർ. അതുകൊണ്ട് കൗമാരത്തിലുള്ള പെൺകുട്ടികളെ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരാരോഗ്യമുള്ളവരാണെങ്കിൽ മാത്രമേ നല്ല അമ്മമാരുണ്ടാവും. നല്ല അമ്മമാരുണ്ടെങ്കിലേ നല്ല കുട്ടികളുണ്ടാവും. ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ അമ്മയുടെയും അതുപോലെ തന്നെ ഫാമിലിയുടെയും റോള് എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫാമിലി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയും അവരടങ്ങുന്ന ചുറ്റുപാടും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു വ്യക്തി ആരായിത്തീരണമെന്നും എന്തായിത്തീരണമെന്നും ഒക്കെ തീരുമാനിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ആ കുട്ടിയെ ഗർഭം ധരിക്കാൻ അമ്മ തീരുമാനിക്കുന്നത് മുതൽ 5.5 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ദ ക്രൂഷ്യൽ പീരീഡ് ഇൻ ദ ലൈഫ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഈസ് ദ ഫസ്റ്റ് ടൈം ഓഫ് ദ പ്രഗ്നൻസി ടു ദി ഏജ് ഓഫ് 5.5. ഇത് പലപ്പോഴും ആളുകൾ അവെയറല്ല. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ഈ 5.5 വയസ്സിന് വരെ കുട്ടിക്ക് കിട്ടുന്ന, അതായത് ഗർഭസമയത്ത് അമ്മയുടെ വികാരങ്ങൾ, അമ്മയുടെ ചിന്തകൾ, അതേ രൂപത്തിൽ അമ്മ അനുഭവിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി 5.5 വയസ്സ് വരെയുള്ള ഈ കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് കുട്ടിയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ തലവര എന്നൊക്കെ പറയുന്നത് രൂപപ്പെടുന്നതിലെ പ്രധാന ഭാഗം എന്താണ് ഈ 5.5 വയസ്സ് വരെ. അപ്പം ഇതിനകത്ത് അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻ നല്ലൊരു റോളുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻസ് വളരെയധികം എന്ത് ചെയ്യുന്നു, പങ്കുവഹിക്കുന്നു. മൊത്തത്തിൽ 5.5 വയസ്സ് വരെ ഞാൻ പറഞ്ഞെങ്കിൽ മൊത്തത്തിൽ ഞാൻ മേഡത്തോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് എനിക്ക് ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താ? എൻ്റെ സ്നേഹം. അതിനേക്കാൾ വലുതെന്തെങ്കിലും? എൻ്റെ സമയം. അതിനേക്കാൾ വലുതെന്തെങ്കിലും? എനിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ കൊടുക്കും. ഓക്കെ, എങ്കിൽ ഞാൻ പറയുന്നു, ഒരു രക്ഷിതാവിന് തൻ്റെ മക്കൾക്ക് ഈ ഭൂമി ലോകത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്നതിലെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവർ ഹസ്ബൻഡും വൈഫും സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലുതൊന്നും കൊടുക്കാനില്ല. അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളത്. മാഡം പറഞ്ഞത് കറക്റ്റാണ്, സ്നേഹമാണ് ഏറ്റവും വലുത്. പക്ഷേ എനിക്ക് എൻ്റെ മകന് സ്നേഹം കൊടുക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവണം. തീർച്ചയായും. ടാങ്കിൽ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ ടാപ്പ് തുറന്നാൽ വെള്ളം കിട്ടൂ. ടാങ്കിൽ പെട്രോൾ ആണെങ്കിൽ പെട്രോളാണ് കിട്ടുക.
അതേ രൂപത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിൽ സ്നേഹമുള്ള മനസ്സാണെങ്കിലേ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാൻ കഴിയൂ. വെരി വാലിഡ് പോയിന്റ്. യെസ്, അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, കുടുംബ അന്തരീക്ഷം. കുട്ടികൾ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം, സ്നേഹം കണ്ടു വളരുകയും ചെയ്യും. യെസ്, the parent should be a model. എനിക്ക് തോന്നുന്നു നാട്ടിലാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഗ്രാൻഡ് പേരൻസ് രണ്ട് ഹസ്ബൻഡിന്റെ ഉണ്ടാവും, അമ്മയുടെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പൊ കുറേയും കൂടെ കുട്ടികൾക്ക് ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെ കുട്ടികൾ കുറേയും കൂടെ പഠിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, മാഡം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ചെറിയൊന്ന് മാറിപ്പോകുമെങ്കിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു നമുക്ക്. ഇതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഞാൻ എൻ്റെ മകനെ അടിക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛൻ, എൻ്റെ ഉമ്മയോ എൻ്റെ ഉപ്പയോ അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മടി വെച്ച് കൊടുക്കാൻ, ഒരു സപ്പോർട്ട് കൊടുക്കാൻ അവർക്കുണ്ടായിരുന്നു. ഇന്ന് ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയപ്പോൾ ആ സപ്പോർട്ട് ഗൾഫിലാവട്ടെ നാട്ടിലാവട്ടെ എവിടെയാണെങ്കിലും ആ സപ്പോർട്ട് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് വളരെയധികം കുട്ടികളുടെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് പോലെ കുടുംബം ഇമ്പമുള്ളതിനായിരുന്നു എന്ത് കുടുംബം എന്ന് പറയാ. ഇപ്പം പലരും പറയുന്നത് പോലെ കുടുംബം ഭൂകമ്പമാണ് എന്ത് ചെയ്യുന്നത്, കുടുംബം ഉണ്ടാകുന്നത്. ഈ ഭൂകമ്പത്തിലൂടെയാണ് പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യുന്നത്, വളരുന്നത്. അതിൻ്റെ ഇഫക്റ്റ് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, അത്രമാത്രം ബാഡായിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടികളിൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ ഇപ്പം താഴെ ഉള്ള നിലയിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വലിയ റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലും ഉണ്ട്. ഇപ്പം സ്റ്റുഡിയോ ഫ്ലാറ്റ് ഉണ്ട്, 1 bedroom ഹാൾ ഉണ്ട്, അല്ലെങ്കിൽ 2 bedroom. ഇപ്പോൾ ദോസ് ആർ ഇൻ ഈ സ്റ്റുഡിയോ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ മക്കളും അച്ഛനും അമ്മയ്ക്കും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. ദുബായിയുടെ ഒരു വേറൊരു വശമാണത്. അപ്പം അവർക്ക് പിള്ളേർക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും അവർക്ക് തമ്മിലൊരു പ്രൈവസി ഇല്ല. പേരൻസിന്റെ എല്ലാ കാര്യങ്ങളും കുട്ടികളും അറിഞ്ഞാണ് വളരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ായിരിക്കും അല്ലേ. ഇപ്പം 1 bedroomലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ന് പറഞ്ഞാലും പേരൻസ് അവരുടെ ശരിക്കുള്ള ഫാമിലി മാറ്റേഴ്സ് ഒക്കെ കുട്ടികളും കേൾക്കാൻ ഇടവരില്ലേ? അതിലെനിക്ക് പറയാനുള്ളത്, ഫാമിലി മാറ്റേഴ്സ് എല്ലാം അല്ലെങ്കിലും ഒരു പരിധി വരെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഉപകാരപ്പെടും. നല്ലത്. തൻ്റെ സന്തോഷവും സങ്കടവും, മൈ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, എനിക്കുള്ളതും ഇല്ലായ്മയും അറിഞ്ഞുകൊണ്ട് കുട്ടികൾ വളരുന്നതായിരിക്കും പലപ്പോഴും എന്ത് ചെയ്യുക, ഉപകരിക്കുക. പലപ്പോഴും രക്ഷിതാക്കൾ ഒരു മറക്കുള്ളിൽ കുട്ടികളെ വളർത്തുന്നു. പക്ഷെ അവർ തമ്മിലുള്ള ആർഗ്യുമെന്റ്സും അറിയാൻ കൂടുതൽ സാഹചര്യം, ആർഗ്യുമെന്റ്സ് പോലുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്ത് ചെയ്യും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെ ഈ ആർഗ്യുമെന്റ്സ് കുറച്ച് കൊണ്ടുവരാം, എന്താണ് ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെയധികം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സമയമാണ്. തീർച്ചയായിട്ടും. സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്, എൻ്റെ വൈഫിന് അത് കേൾക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ വൈഫിനുണ്ടാവും, വൈഫിന് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്, ഹസ്ബൻഡിന് അത് കേൾക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഈ മാനസികമായ പിരിമുറുക്കത്തിലാണ് ചെയ്യുന്നത് പല കുടുംബങ്ങളും ശിഥിലമായി പോകുന്നു, കുടുംബം മുന്നോട്ട് പോകുന്നതും ശിഥിലമായി പോകുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പൈസ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കേൾക്കാൻ ആളെ വെക്കുന്നു. അതിന് പേരാണ് കൗൺസിലിംഗ്. റിയലി എ ബെസ്റ്റ് കൗൺസിലർ ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്. ഇന്ന് അതില്ലാതെ പോകുന്നതാണ് ഏറ്റവും. അതുകൊണ്ട് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവർക്കും തിരക്കാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എങ്കിലും ഉള്ള സമയം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അത് ക്വാളിറ്റി ടൈം ആക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും കുടുംബങ്ങളിൽ മാറിക്കിട്ടും. എന്താണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി ടൈം ഈസ് അൺഡിവൈഡഡ് അറ്റൻഷൻ. ക്വാളിറ്റി ടൈം ഈസ് അൺഡിവൈഡഡ് അറ്റൻഷൻ. നോർമലി പല കുടുംബങ്ങളിലും കൗൺസിലിംഗ് വരുന്ന സമയത്ത് പറയും, എൻ്റെ വൈഫ് ഒരുപാട് പരാതി പറയും, ഞാൻ എന്നെ കിട്ടുന്നില്ല. അങ്ങനെ ഞാനൊരു ദിവസം മുഴുവനും വീട്ടിൽ നിന്നു. വീട്ടിൽ നിന്ന് അവസാനം ഞങ്ങൾ അന്ന് ഏറ്റവും കൂടുതൽ തല്ലുകൂടിയ ദിവസമാണ് എന്ന് പറയുന്ന സംഭവം. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വൈഫ് എന്തെങ്കിലും കാര്യം പറയാൻ വരുന്ന സമയത്ത് അതല്ല, ഞാനിങ്ങനെ പറഞ്ഞു, എന്താ പറഞ്ഞോ കേട്ടോ, ഓക്കെ, യെസ്, എന്താ പറഞ്ഞത്, ഇങ്ങനെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും അറ്റൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഐ കോണ്ടാക്ട് അൺഡിവൈഡഡ് അറ്റൻഷൻ. എനിക്ക് 10 മിനിറ്റ് ആവാം, 25 മിനിറ്റ് ആവാം, 15 മിനിറ്റ് ആവാം. അത് എൻ്റെ വൈഫിനെ പൂർണ്ണമായിട്ടും മറ്റൊന്നിലും മാറ്റി വെച്ചുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്.
അത് വൈഫിന് മാത്രം കൊടുത്താൽ പോരാ, എൻ്റെ ഓരോ മക്കൾക്കും എനിക്ക് കൊടുക്കാൻ കഴിയണം. ആദ്യം എനിക്ക് എൻ്റെ വൈഫിന് കൊടുക്കാൻ കഴിയണം, വൈഫിന് എനിക്ക് തരാൻ കഴിയണം. അതേ രൂപത്തിൽ എൻ്റെ മക്കൾക്കും എന്ത് ചെയ്യാൻ കഴിയണം? ഈ അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. മറ്റൊന്ന്, പൊതുവെ പറയപ്പെടുന്ന ഒരു പരാതി, വൈഫിന് എന്നോട് സ്നേഹമില്ല, ഹസ്ബൻഡിന് എന്നോട് സ്നേഹമില്ല. നോർമലി സ്നേഹത്തിന് 5 ഭാഷകളുണ്ട്. ഓക്കെ. ഈ 5 ഭാഷകൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റിയെടുക്കാൻ കഴിയും. 5 ഭാഷകളെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം എന്തുകൊണ്ട് സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ തമിഴ് സംസാരിക്കുന്ന ആളാണ്, എനിക്ക് മലയാളം അറിയില്ല. നിങ്ങൾ മറാഠി സംസാരിക്കുന്നു, എനിക്ക് മലയാളം അറിയില്ല, മറാഠി അറിയില്ല. നിങ്ങൾ എന്നോട് മറാഠിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു, ഞാൻ നിങ്ങളോട് തമിഴും സ്നേഹം പ്രകടിപ്പിക്കുന്നു. വാട്ട് ഐ ഫീൽ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതും മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, കുടുംബത്തിൽ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ചിന്ത വരികയും പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പം ഈ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് സ്നേഹത്തിൻ്റെ ഒരു ഭാഷ എന്ന് പറഞ്ഞത് ക്വാളിറ്റി ടൈമാണ്. സമയം കൊടുക്കുക. എല്ലാവരുടെയും ക്വാളിറ്റി ടൈം ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ ആളുകളുടെയും ക്വാളിറ്റി ടൈം എല്ലാവർക്കും കോമൺ ആയിട്ട് ആവശ്യമുണ്ടെങ്കിലും ചില ആളുകളുടേത് ക്വാളിറ്റി ടൈം ആയിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേർഡ്സ് ആയിരിക്കാം, വാക്കുകളായിരിക്കാം. ചില ആളുകൾക്ക് അവരുടെ ഭാഷ, ചില ആളുകളുടേത് ഗിഫ്റ്റ് ആയിരിക്കാം. എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഐ വിൽ ജസ്റ്റ് ഗിവ് യു വൺ എക്സാമ്പിൾ. ഒരു ഉദാഹരണം ശരിക്കും ഞാൻ സൂചിപ്പിക്കാം. എൻ്റെ വൈഫ് എന്നോട് പറയുകയാണത്, നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല, ഇത്രയും കാലം ഞാൻ പറഞ്ഞിട്ട് എന്നും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ. അല്ല മോളെ, ഇനി എന്താ പറയുന്നത്, കഴിഞ്ഞ ദിവസമല്ല നമ്മൾ കാശ്മീരിൽ ടൂറിന് പോയത്, അതല്ല വേണ്ടത്, ഇന്നലെ അല്ല ഞാൻ നിങ്ങൾക്ക് സാരി വാങ്ങി തന്നത്. അപ്പം വൈഫ് പറഞ്ഞു എന്നോട്, നിങ്ങളെ സാരി ആർക്ക് വേണം? എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേർഡ്സ് ആണെങ്കിൽ ദാറ്റ് വേർഡ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്വൽ ആയിരിക്കാം, ഞാൻ ഗിഫ്റ്റ് ആയിരിക്കാം എൻ്റെത്. ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സ്നേഹിക്കുന്നു എന്ന് തിരിച്ച് നിങ്ങൾ എന്നോട് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഒരു പക്ഷേ പറയുന്നുണ്ടാവാം. എന്നെ യെസ്, ഈ എക്സ്പെക്റ്റേഷൻ മാറിപ്പോകുന്നു. അത് മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങൾ മാറ്റിയെടുക്കുകയും സന്തോഷമുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ്. അത് മനസ്സിലാക്കി നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ, തീർച്ചയായിട്ടും അവരെ ഉയരങ്ങളിലേ എത്തിക്കുകയുള്ളൂ. അവർക്ക് ആൾക്കാരോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഇരിക്കും. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളൊരു ധാരണയുണ്ട്, അവർ ബിലീഫാണ്, ഡോണ്ട് ഗിവ് റെക്കഗ്നിഷൻ വെൻ യു ഹാവ് ടു ഗിവ് ദം. പൊതുവേ സമൂഹത്തിലുള്ള രക്ഷിതാക്കളിലുള്ള ഒരു രക്ഷിതാക്കൾ നല്ല കോമൺലി എവരി ഹ്യൂമൻ ബീങ്സിലൊരു വിശ്വാസമാണ്, റെക്കഗ്നിഷൻ കൊടുക്കാനുണ്ടെങ്കിലും കൊടുക്കരുത്. എനിക്ക് കൊടുക്കാനുണ്ട് എന്നാലും കൊടുക്കരുത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ മകന് 100ൽ 80 മാർക്ക് കിട്ടിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയുള്ള മകൻ 90 മാർക്കുമായിട്ട് വന്നാലും ഉഷാറായിട്ടുണ്ട് എന്ന് ഞാൻ പറയില്ല. എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, റെക്കഗ്നിഷൻ എന്നാലും ഉണ്ടെങ്കിലും കൊടുക്കരുത്. എന്താ കാരണം, കൊടുക്കാത്തതിൻ്റെ കാരണം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് ബിലീഫ്? മാഡത്തിന് പറയാൻ പറ്റുമോ? അത് ഞാൻ അങ്ങനെ ശീലിച്ചുകൊണ്ടാണോ? ശീലിച്ചത് കൊണ്ട്. വാട്ട് ഈസ് ദ ബിലീഫ് ബിഹൈൻഡ് ദാറ്റ്? അങ്ങനെ ഉഷാറായെന്ന് പറഞ്ഞാൽ പിന്നോ പഠിക്കൂല, പിന്നോ മടിയണായി പോവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. എല്ലാ പേരൻസും അങ്ങനെയല്ല, ബട്ട് മെജോറിറ്റീസ് ലൈക്ക് ദാറ്റ്. 99 കിട്ടിയാൽ പോലും എന്ത് ചെയ്യുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. വാട്ട് ഹാപ്പൻ ടു യുവർ 1 മാർക്ക്? അതിന് പകരമായിക്കൊണ്ട് ഉള്ളതിനെ റെക്കഗ്നിഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും എന്ത് ചെയ്യുക ഈ കുട്ടികൾക്ക്. കാരണം അംഗീകാരം കിട്ടുക എന്നുള്ളത് അത്രയും മനുഷ്യ നിലനിൽപ്പിന് ആവശ്യമാണ്. ഞാൻ ജസ്റ്റ് മേഡത്തോട്, ഇന്ന് നമുക്ക് ഈ ഭൂമി ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം, വാട്ട് ആർ ദ ബേസിക് നീഡ്സ്? ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ. ഈവൻ വിതൗട്ട് ഷെൽട്ടർ വി മേ ബി ഏബിൾ ടു ലിവ്. Yes or no? വായു, വെള്ളം ആൻഡ് ഫുഡ്, എയർ, എയർ, ഫുഡ് ആൻഡ് വാട്ടർ. വായു, വെള്ളം, ഭക്ഷണം, ഇത് ബേസിക് നീഡ്സ് ആണ്. എങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. വായു പോലെ
വെള്ളം പോലെ, ഭക്ഷണം പോലെ, ഇത് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് അവസരം സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്, അതുപോലെ പ്രധാനപ്പെട്ടതാണ്, ജീവൻ നിലനിൽക്കാൻ മാത്രം പ്രധാനപ്പെട്ടതാണ് റെക്കഗ്നിഷൻ. ആ അംഗീകാരം കിട്ടിയാലേ ഈ കുട്ടികൾ വളരൂ. ബട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അംഗീകാരം കൊടുക്കാൻ കഴിയുന്നില്ല. ഏതൊരു കുട്ടിയും തൻ്റെ അമ്മനോട്, അച്ഛനോട് പറയുന്നത്, ഓ മൈ ഡിയർ മദർ പ്ലീസ് ഗിവ് മി എ കിസ്, ഓ മൈ ഡിയർ ഫാദർ പ്ലീസ് ഗിവ് മി എ കിസ്. ഇഫ് യു ആർ നോട്ട് റെഡി ടു ഗിവ് മി എ കിസ്, അറ്റ്ലീസ്റ്റ് യു പ്ലീസ് ഗിവ് മി എ കിക്ക്. I have to get positive recognition. If you are not ready to give me positive recognition തരാൻ നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നെഗറ്റീവ് റെക്കഗ്നീഷൻ എങ്കിലും എനിക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ ഇന്ന് പല കുടുംബങ്ങളിലും ഈ പോസിറ്റീവ് റെക്കഗ്നീഷൻ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അടി കൊണ്ട്, ചീത്ത കൊണ്ട്, ഈ നെഗറ്റീവ് റെക്കഗ്നീഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾ വളരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾക്ക് മക്കൾക്ക് കൊടുക്കാനുള്ള സമ്മാനത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടികളെ വളർത്തുന്നതിൽ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ്. ഈ അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ, പോസിറ്റീവ് കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾ നെഗറ്റീവ് ചോദിച്ച് വാങ്ങും. കാരണം ഇത് രണ്ടുമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. സോ ഐ ആം നോട്ട് റെഡി ടു ഡൈ. ഞാൻ മരിക്കാൻ ഞാൻ തയ്യാറില്ല, അതുകൊണ്ട് നെഗറ്റീവ് എങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങും. നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിന് ഇഷ്ടം എത്ര വേണമെങ്കിലും അടിച്ചോളി, കൈ നീട്ടി തരുന്ന, അതുപോലെ എനിക്ക് കിട്ടില്ല എന്നാണ്. അപ്പം തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ഫാമിലിയിൽ നല്ലൊരു സ്നേഹവും നമ്മൾ സമയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ആദ്യമേ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ പഠിത്തക്കാര്യത്തിലൊക്കെ നമുക്ക് നോക്കാൻ പറ്റുകയും അതുപോലെ തന്നെ അവരെ നല്ല നിലയിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സർ, എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. ഷീബ ആണ് അയച്ചിരിക്കുന്നത്. ഷീബ ചോദിക്കുന്നത്, ഷീ റിയലി വാണ്ടഡ് ടു ചേഞ്ച്. അവരുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പുള്ളിക്കാരത്തേക്ക് മാറണം എന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡ് ഇതിനൊന്നും തയ്യാറല്ല, ലിസൺ ചെയ്യാറില്ല. അപ്പം ഷീബ പറയുന്നത് കുട്ടിയിൽ ശരിക്കും ഗ്രേഡ് 10 പഠിക്കുന്ന മോനിൽ ഇതൊരു നല്ലൊരു ബാധിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഫാമിലി ബോണ്ടിങ് ഇല്ല. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഹസ്ബൻഡ് അഡമന്റ് ആണ്, മാറില്ല എന്ന്. ഇത് ഇറ്റ്സ് എ വെരി ടിപ്പിക്കൽ ഇഷ്യൂ. ഒരുപാട് കൗൺസിലിംഗ് കേസുകളിൽ എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്, അല്ലെ ഈ ഒരു ഇഷ്യൂ ആണ് ഇത്. ഞാനൊക്കെ റെഡിയാണ് സാറേ, ഞാൻ എന്തിനും മാറാൻ തയ്യാറുമാണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒന്നും മാറുന്നില്ല. അല്ലെങ്കിൽ 20 വർഷമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട്, അന്ന് മുതലേ ഞാൻ എൻ്റെ വൈഫിനെ മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു സാറേ. ഒരുപാട് ഞാൻ ഉപദേശിച്ച് നോക്കി, ഒരുപാട് ഞാൻ ക്ലാസ്സിന് കൊണ്ടുപോയി നോക്കി, എന്നിട്ടൊന്നും അവൾ മാറുന്നില്ല. എന്ന് അവൾ മാറുന്നോ അന്ന് ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങും. ഇതിൻ്റെ റിവേഴ്സും. വൈഫ് പറയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് മാറാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവനും പ്രശ്നം. എനിക്കിവിടെ പറയാനുള്ളത്, ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും മറ്റൊരാളെയും മാറ്റാൻ കഴിയില്ല. അവർ മാറ്റത്തിന് തയ്യാറാവാത്തിടത്തോളം കാലം അവർ തന്നെ വിചാരിക്കണം. അവർ മാറ്റത്തിന് തയ്യാറാവാത്തിടത്തോളം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ മാറ്റാൻ കഴിയില്ല, എനിക്ക് എൻ്റെ വൈഫിനെ മാറ്റാൻ കഴിയില്ല. പക്ഷെ മാറ്റാൻ പറ്റുന്ന ഒരേ ഒരാളെ ഈ ഭൂമി ലോകത്തുള്ളൂ, അത് ഞാനാണ്. ഞാൻ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഞാൻ മാറാൻ തയ്യാറാവുകയും ഞാൻ മാറുകയും ചെയ്താൽ എൻ്റെ ചുറ്റുപാട് മാറുന്ന അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് 20 വർഷമായി കല്യാണം കഴിച്ചു, ഞാൻ എൻ്റെ ഇണയെ മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. എന്ന് അവൾ മാറുന്നോ അന്ന് ഞാൻ അവളെ സ്നേഹിക്കും. മരണം വരെ അത് നടക്കാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ മോസ്റ്റ് ഓഫ് ദ ഫാമിലി. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, അതിന് പകരമായിട്ട് ഞാൻ മാറാൻ തയ്യാറാണ്. ഞാൻ മാറുമ്പോൾ എൻ്റെ ചുറ്റുപാട് മാറുന്ന അനുഭവം കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഹസ്ബൻഡ് ലേറ്റായിട്ട് വരുന്നു. സാധാരണ ഫാമിലിയിൽ നടക്കുന്ന ജസ്റ്റ് ഒരു ഇഷ്യൂ. പലതവണ പറയും നേരത്തെ വരണം, അടുത്ത ദിവസം കുറച്ചും കൂടി ലേറ്റാവും. പിറ്റേന്നും പറയുമ്പോൾ കുറച്ചും കൂടി നേരത്തെ വരണം, ചിലപ്പം ലേറ്റാവും. അങ്ങനെ മുഖഭാവം മാറുന്നു, അവിടെ ക്ലാഷുകൾ ഉണ്ടാകുന്നു. ഇത് വർഷങ്ങളായി തുടരുന്നു. 1, 2, 5 വർഷമല്ല, ദ സെയിം പാറ്റേൺ ഈസ് കണ്ടിന്യൂയിങ്. മറിച്ച് ആ ദേഷ്യം പിടിക്കുന്ന മുഖഭാവം ഒന്ന് മാറ്റി രാത്രി 12 മണിക്ക് കയറി വരുന്ന ഹസ്ബൻഡിനെ ആ ഇതുവരെയുള്ള മുഖഭാവം സ്വയം ഞാനൊന്ന് മാറിയിട്ട് പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനുള്ളൊരു മനസ്സ്. ഞാൻ മാറുമ്പോൾ ഞാൻ ഗ്യാരണ്ടി തരുന്നു, അടുത്ത ദിവസം അല്പം കൂടിയെങ്കിലും നേരത്തെ വരും. ഈ ഞാൻ മാറാനാണ് തയ്യാറാവേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി, പൊതുവെ കപ്പിൾസിൻ്റെ ഇടയിലും പാരൻസിൻ്റെ ഇടയിലുമുള്ളൊരു സംഭവമാണിത്. ആളുകൾ ഉപദേശിച്ച് നന്നാക്കിയ ആളാണ്. ഹസ്ബൻഡ് ഒരുപാട് വൈഫിനെ ഉപദേശിക്കുന്നു,
വൈഫ് ഒരുപാട് ഹസ്ബൻഡും വൈഫും കൂടി മക്കളെയും ഉപദേശിക്കുന്നു. അതെ, അഡ്വൈസ് ആണ് എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനം. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഭൂമി ലോകത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്നതും സ്വീകരിക്കാൻ തീരെ താല്പര്യമില്ലാത്തതുമായ ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരാണ് ഉപദേശം അല്ലെങ്കിൽ അഡ്വൈസ്. ദെൻ വാട്ട് ക്യാൻ വി ഡു? പിന്നെ എന്ത് ചെയ്യും? ഇതിനുത്തരമാണ് പലപ്പോഴും കിട്ടാത്തത്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഐ ബിലീവ് ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു തിങ്ക്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത്. അതിന് പകരമായി എനിക്കും ചിന്തിക്കാൻ കഴിയും, നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിയും. 2 വയസ്സായ മകനും ചിന്തിക്കാൻ കഴിയും, 10 വയസ്സായ മകൾക്കും ചിന്തിക്കാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ സമീപനത്തിൽ ആകെ മാറ്റം വരും. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഞാൻ മുകളിലും നീ താഴത്തുമാണ്. ഹൂവർ പാരൻസും ഉപ്പയും മകനും ആവട്ടെ, ഹസ്ബൻഡും വൈഫും ആവട്ടെ, ദ പാറ്റേൺ ഈസ് ലൈക്ക് ദാറ്റ്. ഇത് ജസ്റ്റ് ഒന്ന് കം ഡൗൺ ആൻഡ് ടോക്ക് ലൈക്ക് ദിസ്. ഈക്വൽ പൊസിഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മക്കളോട് സംസാരിക്കുമ്പോൾ, സ്വന്തം മക്കളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ ആരാവട്ടെ എങ്ങനെയെങ്കിലും ഈ രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നോക്കും. ദിസ് ഫൈറ്റിംഗ് വിൽ ബി ഗോൺ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ജസ്റ്റ് കം ഡൗൺ ആൻഡ് കൺസിഡർ ഈച്ച് വൺ ആസ് ഈക്വൽസ്. പക്ഷെ ഷീബയുടെ കേസിൽ അപ്പം ഷീബ മാറാൻ തയ്യാറാണ്. അപ്പം ഷീബ തന്നെ ഒന്ന് മാറി. യെസ്, ഷീബയുടെ കേസിൽ ചെയ്യേണ്ടതെന്നാണ് അപ്പുറത്ത് മാറ്റാനുള്ള പരിശ്രമം നിർത്തുക. ഫുൾ സ്റ്റോപ്പ്. ദെൻ വാട്ട് ചേഞ്ച് ഐ ക്യാൻ മേക്ക് ഇൻ മൈസെൽഫ്. അവിടെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പൊതുവെ സമൂഹത്തിൽ എല്ലാ ആളുകളും പറയുന്നൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മോളെ ഇനി അഡ്ജസ്റ്റ് ചെയ്യണം. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ആണ്. എല്ലാവരും കല്യാണം കഴിക്കുന്നതിന് മുന്നേ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പം അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പറയുന്നു, ഒരുപക്ഷെ നിങ്ങൾക്ക് എതിർപ്പ് തോന്നിയേക്കാം, നെവർ എവർ അഡ്ജസ്റ്റ് ഇൻ യുവർ ലൈഫ്. ജീവിതം വളരെ പാടായി മാറില്ലേ? ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൈ? എന്തുകൊണ്ട്? കാരണം ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും ഒരു മുറിവാണ് മനസ്സിന് സമ്മാനിക്കുന്നത്. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും ഒരു വേദനയാണ് മനസ്സിന് സമ്മാനിക്കുന്നത്. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും ഒരു ഭാരമാണ് ശരീരത്തിന് നൽകുന്നത്. ഈ ഭാരം താങ്ങുന്നതിന് പരിധിയുണ്ട്. ഒരു പരിധിയിലപ്പുറം താങ്ങാൻ കഴിയില്ല. അപ്പം ദർ വിൽ ബി എ ബ്ലാസ്റ്റ്, ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. വീണ്ടും ഈ ഭാരം സഹിക്കാൻ തുടങ്ങും. എന്ത് ചെയ്യാനാ, കെട്ടിക്കൊടുങ്ങി മക്കൾ 2 സഹിക്കുക തന്നെ. ഓർ വാട്ട് ഇറ്റ് മേ ബി, ദാറ്റ് ഈസ് ദ വേ വി ആർ ലീഡിങ് ദ ലൈഫ് നൗ. ഞാൻ പറയുന്നു, നെവർ എവർ അഡ്ജസ്റ്റിംഗ് ലൈഫ്. ജീവിതത്തിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യരുത്. Then what will we do? അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെങ്കിലും ഒത്തിരി പോയത് എന്താണ്? ഒത്തിരി പേര് കാണും, ഒത്തിരി ഫാമിലീസ് ഉണ്ടാവും. വൈഫ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന. ഓഫ് കോഴ്സ് ഇൻ ഗൾഫ് റീജിയൻ ആണെങ്കിൽ എല്ലാവരും വളരെ ബിസിയാണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് ലൈഫ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഗൾഫുകാർ. ഞാൻ പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ അബദ്ധമായ വിശ്വാസം. തീർച്ചയായിട്ടും മക്കളെ കുറിച്ച് ആലോചിക്കും. യെസ്, മക്കളെ കുറിച്ച് ആലോചിക്കും. Then what they can do? Yes, that is the most important question. Never adjust but understand. Okay. Never adjust but understand. ഇപ്പം ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് ക്ലിയർ ആയി കാണും. ഈവൻ പേരൻസും കണ്ടുകൊണ്ടിരിക്കുന്ന പേരൻസും വിചാരിക്കുമായിരിക്കും, ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നു. ഓക്കെ, നെവർ അഡ്ജസ്റ്റ് ബട്ട് അണ്ടർസ്റ്റാൻഡ്. So what do you mean by understand? That's the most important issue. എന്താണ് അണ്ടർസ്റ്റാൻഡിങ്? ഇത് ജാർഗണിലുള്ള 2 കളികളല്ല, 2 വാക്കുകൾ തമ്മിലുള്ള കളികളല്ല അഡ്ജസ്റ്റ്മെൻറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും എന്ന് പറയുന്നത്. കാരണം കല്യാണത്തോടുകൂടി 2 ആളുകൾ ഒന്നാവുന്നു. തികച്ചും വ്യത്യസ്തമായ സംസ്കാരത്തിലും ചുറ്റുപാടിലും ജീവിച്ച 2 ആളുകൾ. അവരുടെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമായിരിക്കും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമായിരിക്കും, അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. ഈ വ്യത്യസ്തമായ 2 ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്തത ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാവണം. ഐ ഷുഡ് ബി റെഡി ടു ആക്സെപ്റ്റ് ദ ഡിഫറൻസ്. ഈ വ്യത്യസ്തത ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായാൽ എല്ലാം തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. വ്യത്യസ്തത ഉൾക്കൊള്ളാൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ആണും പെണ്ണും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആണിൻ്റെ മനഃശാസ്ത്രമല്ല പെണ്ണിൻ്റെ മനഃശാസ്ത്രം. ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ വൺ ഡിഫറൻസ്. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ ആണുങ്ങളെ സംബന്ധിച്ച് ഒരു ഗുഹയിലേക്ക് ഞങ്ങൾക്കൊന്ന് പോകണം. വി ഹാവ് ടു ഗോ ടു എ കേവ്. ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ ആ ഗുഹയിൽ തന്നെയാണ് ഞങ്ങൾ.
അവിടെ ഞാൻ ഒരുപക്ഷെ പത്രം വായിക്കും, ഒരുപക്ഷെ TV കാണും, ഒരുപക്ഷെ ക്രിക്കറ്റ് കളിക്കും. എന്നാലും ഞാൻ ആ കേവിലാണ്. ആ കേവിൽ നിന്ന് പുറത്ത് വരാൻ, എൻ്റെ പ്രശ്നം പരിഹരിച്ചാലേ എനിക്ക് പുറത്ത് വരാൻ താല്പര്യമുള്ളൂ. പക്ഷേ എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വന്നാൽ 40,000 നോട്ടീസ് അടിച്ചാൽ അവർക്ക് സമാധാനം ഉണ്ടാവും. ഷെയർ, അവർക്ക് ഷെയർ ചെയ്യണം. അങ്ങനെയുള്ള വൈഫ് ഞാൻ സ്ട്രെസ്ഡ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡ് എൻ്റെ അടുത്ത് വരും, എന്താ പ്രശ്നം? അപ്പോൾ ഞാൻ പറയും, നീ ഒന്ന് മാറിക്കുന്നുണ്ടോ? ഇതോടുകൂടി വൈഫ് ആകെ ഷോക്കഡാകാണ്. ഷോക്കഡാകാന്ന് പറഞ്ഞാൽ എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ പറയാത്തത്. അതേ സമയത്ത് ആണിൻ്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി ആ ഡിഫറൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ അങ്ങനെ ഓരോന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മണിക്കൂറുകളോളം ഇത് ഒരുപാട് എൻ്റെ പരിശീലനങ്ങൾ പാരൻസിനുള്ള കപ്പിൾസ് ട്രെയിനിങ്ങുകളിൽ നിരന്തരമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഇഷ്യൂകളാണ്. എനിക്ക് ഈ മെയിലിന് നല്ലൊരു റിപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതോടൊപ്പം ഷീബയ്ക്ക് മാത്രമല്ല ബാക്കിയുള്ള പേരൻസിനും മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ സർ ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ സെഷൻ. അടുത്ത എപ്പിസോഡിൽ സ്മാർട്ട് പേരൻസിൽ ഞങ്ങൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അൺടിൽ ദെൻ, ഇറ്റ്സ് മീ സിമി സൈനിങ് ഓഫ്.